കാനഡയിൽ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉണ്ടോ അമ്മു? സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതാണോ ബെറ്റർ, പി ആർ ആയിട്ട് വരുന്നതാണോ ബെറ്റർ? പിന്നെ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര എക്സ്പെൻസ് കൂടുതലാണ്, ഇതെല്ലാം മീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണെന്നൊക്കെ. അപ്പൊ കാനഡ വരെ IELTS ഒന്നും വേണ്ടേ? കാനഡയിലോട്ട് വരാനുള്ള പാത്വേസ് എന്തൊക്കെയാണ്? നമുക്ക് എക്സ്പ്രസ് എൻട്രി മാത്രമാണോ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ PR-ന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ തരുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ കുറെ കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് പറ്റുന്ന എല്ലാം നമ്മൾ കമന്റ്സിലൂടെ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമന്റ് വഴി പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ വിച്ചു പറഞ്ഞ പോലെ ക്ലാരിറ്റി കിട്ടുമല്ലോ എല്ലാവർക്കും. നമ്മൾ ഈ ഫസ്റ്റ് ചോദിച്ച കുറെ ചോദ്യങ്ങൾ മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരങ്ങളും ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഗോകുൽ, ഞാൻ ആര്യ. ഹാനു ഡേ കെയറിലാണ് കേട്ടോ. ഹാനുവിന് ഇന്നലെ തൊട്ട് ഡേ കെയർ കിട്ടി. അപ്പൊ അവൻ ഡേ കെയറിലാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ ഞാനും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കുറെ പേര് കാനഡയിൽ വരുന്നതിനെ പറ്റി നെഗറ്റീവ് പറയുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മളെ വീഡിയോയിൽ തന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് നമ്മൾ പണ്ട് വന്നപ്പോൾ ഉള്ള കാനഡ അല്ല, ഇപ്പൊ ഒരുപാട് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. ശരി തന്നെയാണ്, കാനഡ ഒരുപാട് മാറി. ഞാനിപ്പോ വന്നിട്ട് 5 കൊല്ലം ആവുന്നുള്ളൂ. എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് 10-12 കൊല്ലവും 15 കൊല്ലവും ഒക്കെ ആയിട്ട് നിന്നവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മാറ്റം, ചേഞ്ച് മനസ്സിലാവാൻ പറ്റും അവർക്ക്. ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇന്ത്യയിൽ നിൽക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ 10 കൊല്ലം മുമ്പ് നിന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആണോ ഇപ്പൊ ഇന്ത്യയിൽ? ഇപ്പൊ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ, ഒരുപാട് കാര്യങ്ങൾ വന്നില്ലേ? അതേപോലെ തന്നെയാണ് കാനഡയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഒരുപാട് പറയുന്നില്ല. പിന്നെ PR കിട്ടിയതിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും നമുക്കത് ഞാൻ ഇപ്പോഴും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ 5 വർഷത്തെ എഫേർട്ട് തന്നെയാണ് നമ്മുടെ രണ്ടുപേരുടെയും ആ PR കിട്ടുക എന്നുള്ളത്, അത് കിട്ടിയത്. അപ്പോ അത് നമ്മളെപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, വിച്ചുവിനും ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ച സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടാലോ എന്ന്, അതിന് മുന്നേ, അതായത് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പുറത്ത് പോയാലോ എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഇട്ട എഫേർട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ആ കമന്റ്സ് വന്ന കുറെ കമന്റ്സ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരുപാട് പേര് ഇപ്പം നാട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട്, ഇപ്പൊ ഇവിടെ ആയാലും UK ഒക്കെ ആയാലും വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും അവർക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ നമുക്ക് കമന്റ്സ് വഴി നമുക്ക് നമ്മുടെ ചാനല്, അത് അതിന്റെ റീസൺ നമ്മുടെ ചാനൽ അത്ര വലിയ ചാനലൊന്നും അല്ല, വളരെ കുറച്ച് 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെക്കാട്ടിയും ഒരു 10 ഇരട്ടി ആൾക്കാർക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പുറത്തോട്ട് പോകണം എന്ന് ആഗ്രഹം കാണും എല്ലാവർക്കും, പക്ഷെ അതിന്റെ ഒരു കറക്റ്റ് ക്ലാരിറ്റി നമ്മളതിൽ ഉണ്ടാവില്ല. ഇപ്പൊ നാട്ടിലാണെങ്കിലും പല ഏജൻസീസ് ഉണ്ട്. ഇപ്പൊ തന്നെ കുറേ സ്കാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഏത് വിശ്വസിക്കണം, ഏതായിരിക്കും നല്ലത്, ഏതായിരിക്കും ശരിയായിട്ടുള്ളത് എന്നുള്ളൊരു കറക്റ്റ് പിക്ചർ ആരുടെയിലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിന്റെ സ്ട്രഗിള് അതൊരു വേറെ ഡിഫറെന്റ് ഒരു ഇതാണ്, നമ്മളെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഹെൽത്ത് കെയർ എയ്ഡായിട്ട് ജോലി കിട്ടി, എങ്ങനെ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് നിങ്ങൾ കയറിപ്പറ്റി എന്നുള്ളതാണ് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യം. അപ്പോൾ അതിനൊരു ഉത്തരം എന്ന് പറയാൻ ഞാൻ അതിൽ തന്നെ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടാൻ റീസൺ വേറൊന്നും അല്ല, നമ്മളിപ്പോൾ രണ്ടുപേരും പഠിച്ച, നമ്മുടെ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ച എൻ്റെ ഫസ്റ്റ് കോഴ്സ് പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. എൻ്റെ സെക്കൻഡ് കോഴ്സ് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ അത് രണ്ടിലും, അത് PG ഡിപ്ലോമ കോഴ്സസ് ആണ്. അപ്പൊ അത് രണ്ടിലും ഡിഗ്രി
അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട്, വലിയ ലെവലിലോട്ട് നമ്മൾ പഠിച്ചാൽ 2 വർഷം 3 വർഷത്തെ കോഴ്സൊക്കെ എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലോട്ട് ജോലിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയ ഒരു കോഴ്സാണ് ഞാൻ അപ്പോൾ ചൂസ് ചെയ്തത്, പ്രോജക്ട് മാനേജ്മെന്റ്. പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെ ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഞാൻ അതിനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിവേയ്സ്, അപ്പോൾ ഇപ്പോൾ എനിക്ക് ഹെൽത്ത് കെയർ ലൈനിൽ ജോലി കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ സൂസൈ മേരി ഒണ്ടാരിയോയിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ മാനിറ്റോബ ഡോഫിനിലേക്ക് മൂവ് ചെയ്തു. ഡോഫിനിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോഫിൻ ഒരു സിറ്റിയാണ്, ബട്ട് ഭയങ്കര പോപ്പുലേഷൻ കുറവുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഫോഴ്സ് ഭയങ്കര കുറവാണ്, അതായത് വർക്ക് ചെയ്യാനുള്ള പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് കെയറിൽ നമുക്ക് എന്താ പറയണ, ഒരുപാട് വേക്കൻസി ഉണ്ട്. ഏകദേശം എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ സർവേ വെച്ചിട്ട് 40% എബവ് വേക്കന്റ് പൊസിഷൻസ് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തിലെ 40%ഓളം വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം അവിടെ ആൾക്കാരെ നീഡ് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഇവിടെ അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ എയ്ഡിനെ എടുക്കും ഇവര്. അപ്പൊ അൺസർട്ടിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒരു എക്സ്പീരിയൻസും വേണ്ട, ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എഡ്യൂക്കേഷനിൽ, സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ നോക്കും, ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. നമ്മൾ മെയിൻ ലോജിക്കൽ പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പോൾ ഈ ബിഗർ സിറ്റീസിൽ പോകുമ്പോൾ, ഈവൻ ഇവിടെ മാനിറ്റോബയിൽ വിന്നിപ്പെഗിൽ പോയാൽ പോലും നമുക്ക് ജോലി കിട്ടില്ല, സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ സർട്ടിഫിക്കേഷൻ ഇവിടെ ഇല്ലാതെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. അൺസർട്ടിഫൈഡ് ഹെൽത്ത് കെയർ എയ്ഡ് ആയിട്ട് കയറാൻ പറ്റും. സർട്ടിഫൈഡ് ഹെൽത്ത് കെയർ എയ്ഡിനെ കാട്ടിയും $1 എങ്ങാണ്ട് കുറവാണ് അൺസർട്ടിഫൈഡിന്. അവർലി ഉള്ള വേജിൽ $1 എങ്ങാണ്ട് കുറവാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1500 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, 1400 1500 അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 ഇയർ ആണ് ഇവർ പറയുന്നത്. 1 ഇയർ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ഈ എക്സാം ചലഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഈ എക്സാം, ഈ കോഴ്സ് പഠിക്കേണ്ട 8 മാസത്തെ ഈ കോഴ്സ് പഠിക്കാതെ നമുക്ക് ഈ എക്സാം മാത്രം എഴുതി, അതായത് അതിനെ ഇവിടെ ചലഞ്ചിങ് എന്നാ പറയണത്, ചലഞ്ച് ചെയ്യാൻ പറ്റും. ചലഞ്ച് ചെയ്ത് ആ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ സർട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പൊ 2 ഓപ്ഷനിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാം. ഒന്നിൽ ചലഞ്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആ കോഴ്സ് എടുക്കാം. അപ്പൊ ഈ 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതായിരുന്നു നമ്മളോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾ, എങ്ങനെ ആ ഹെൽത്ത് കെയറിൽ കയറി എന്നുള്ളത്. ഇതാണ് അതിന്റെ ഉത്തരം. എല്ലാവർക്കും അത് ആ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനു മുന്നേ ഇപ്പൊ ഞാൻ ഇവിടെ കയറിയിട്ട് 3 വർഷത്തിന് മേളിലാവുന്നു ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എലിജിബിൾ ആണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിനൊരു ഫീ ഉണ്ട്. അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എത്രയാണെന്നുള്ളത്. എന്തായാലും ചെറിയ ഫീ അല്ല, ഒരു 2000-3000 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫീ ആണ്. അപ്പൊ ആ ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാം. പക്ഷേ ആ ഫീക്ക് നമുക്ക് സ്റ്റൈഫണ്ട്സ് കിട്ടും. ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് അവർ ഇങ്ങോട്ട് പൈസ തരും, സബ്സിഡി പോലെ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പെർമനന്റ് റെസിഡന്റ് ആയിരിക്കണം. പെർമനന്റ് റെസിഡന്റോ സിറ്റിസണോ ആയിരിക്കണം എന്നാണ് ഫസ്റ്റ് റിക്വയർമെന്റ്. അപ്പൊ ആ സമയത്ത് നമ്മളല്ലായിരുന്നു. അപ്പൊ ഞാൻ എലിജിബിൾ അല്ലായിരുന്നു. അപ്പൊ ഞാൻ അത് ചെയ്തില്ല. കാരണം ഞാൻ മൂവ് ചെയ്യും എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ സർട്ടിഫിക്കേഷൻ എടുത്തില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുമല്ലേ, സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണ് എന്തായാലും ചെയ്യണം, ഇനി ചെയ്യണം എന്നാണ് എനിക്കും ആഗ്രഹം, PR ആയതുകൊണ്ട്. പിന്നെ വന്ന കുറെ കമന്റ്സ് എന്ന് പറയുന്നത്, കാനഡയിൽ വരാൻ വേണ്ടിയിട്ട് IELTS വേണമെന്ന്. ഉറപ്പായിട്ട് വേണം. സ്റ്റുഡന്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് IELTS എഴുതണം. അതിന് സ്കോർ എങ്ങനെയായിരുന്നു? അത് കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളെ കോളേജിന്റെയും കോഴ്സിന്റെയും റിക്വയർമെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും IELTSന്റെ സ്കോർ. സ്റ്റുഡന്റ് ആയിട്ട് വരുവാണെങ്കിൽ അക്കാഡമിക് എടുക്കണം, അല്ല PR ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജനറൽ പാസ് ആവണം. പക്ഷെ ഞാൻ വന്ന സമയത്ത് IELTS എഴുതിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ സ്പൗസ് ആയിട്ട് വന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്പൗസ് ആയിട്ട് വരുന്നവർക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഡിപ്പെൻഡന്റ്, ഇപ്പൊ എന്റെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഇവള് വന്നത്. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ട. പക്ഷെ നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അതെന്തായാലും വേണം. സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന ഈ സ്റ്റുഡന്റ് ആയിട്ട് വരണോ PR ആയിട്ട് വരണോ എന്നുള്ളതും കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് എന്താ പറയണ, കുറച്ച് സഫർ ചെയ്യും എന്ന് പറയുന്നത് ഞാൻ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടല്ല പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അച്ഛന് കാറുണ്ടായിരുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ നമ്മൾ അങ്ങനെ നിന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് സ്റ്റുഡന്റ് ആയിട്ട് ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി സഫറിങ് ആണ്.
അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു കാലഘട്ടം കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്ന് വണ്ടി എടുക്കാനും നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കുറവ് സാലറിയേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ. അത് മാത്രമല്ല കോഴ്സിന്റെ ഫീസ് വരും, ഈ 2 വർഷത്തെ ടൈം വരും കോഴ്സ് തീരാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ഫുൾ ടൈം ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. PR ആകുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല. PR കിട്ടിയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, നമുക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് ഫുൾ ടൈം ജോലി ചെയ്ത് കുറച്ച് നമുക്കൊരു മണി സേവ് ചെയ്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ എടുക്കാം, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ PR കുറച്ചുകൂടെ ഈസിയാണ് കമ്പയർഡ് ടു സ്റ്റുഡൻറ് ലൈഫ്. അപ്പോൾ സ്റ്റുഡൻറ് ലൈഫ് എല്ലാ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, IRCC എങ്ങനെ കോൺടാക്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് IRCCയുടെ വെബ്സൈറ്റിൽ തന്നെ ഇവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഇവരുടെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനത് കമന്റിലൂടെ പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പം നമ്മൾ ഔട്ട്സൈഡ് കാനഡ ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് നമ്പർ ആയിരിക്കും, ഇൻസൈഡ് കാനഡ ആണെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ച ആൾ എവിടെയുള്ളതാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അത് IRCCയുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല IRCCയുടെ ഇമെയിൽസ് ഉണ്ട്, എൻക്വയറി ചെയ്യാം. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് ഫോംസ് അയക്കാം. IRCCയിൽ കയറി നമ്മൾ IRCC വെബ് ഫോംസ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് IRCCയുടെ വെബ് ഫോംസ് വരും. ആ വെബ് ഫോംസ് വെച്ചിട്ട് നമുക്ക് എന്താണ് എൻക്വയറി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു 1 വീക്കിനകത്ത് അതിന് ഒരു റെസ്പോൺസ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കുറെ ഒരു വെയിറ്റ് ടൈം ഉണ്ടാവും, 1.5 മണിക്കൂർ വെയിറ്റ് ടൈം ഉണ്ടാവും. ഞങ്ങൾ സ്ഥിരം വിളിക്കാറുണ്ടായിരുന്നു ആ ടൈം PR-ന്റെ ആ ഒരു സമയത്ത്. പിന്നെ ചോദിച്ചത് എന്തായിരുന്നു, അക്കമ്പനിങ് സ്പൗസ് വെക്കുമ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചാൽ മതിയോ? ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അതിപ്പോ മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല വെക്കേണ്ടത്. അന്ന് നമുക്ക് അപ്ലൈ ചെയ്ത സമയത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാറ്റൊക്കെ വെച്ചല്ലേ, ചാറ്റ് വെച്ചില്ലായിരുന്നു. ചാറ്റ് വേണമെങ്കിൽ വെക്കാം. പിന്നെ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വെഡിങ് ഫോട്ടോസ്, അത് മാത്രമല്ല നമ്മളല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഫോട്ടോസ് നമുക്ക് എത്ര വേണോ വെക്കാം. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം അത് സ്ട്രോങ് ആണ്. പിന്നെ നമ്മള് എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ടിക്കറ്റ്സ്, അതുപോലെ തന്നെ അവിടുത്തെ ഫോട്ടോസ്, അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പ് എത്രത്തോളം ജെന്യുവിൻ ആണ് എന്നാണ് അവർ നോക്കുന്നത്. ഇനി അതും പോരാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പായിട്ടാണ് നമ്മളെ ചാറ്റ് ഹിസ്റ്ററി വെക്കുന്നത്. ചാറ്റ് ഹിസ്റ്ററി വെക്കുന്നതും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളടുത്ത് പറഞ്ഞത് വെക്കണ്ട, അവർ റിക്വയർഡ് ആണെങ്കിൽ അവർ ചോദിക്കുമ്പോൾ വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. ബാക്കി നമ്മൾ ഫോട്ടോസ് വെച്ചു, വെഡിങ് ഫോട്ടോസ് വെച്ചു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ ആയായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ റിജക്ഷൻ കിട്ടാൻ ഇച്ചിരി ചാൻസ് കൂടുതലാണ്. കാരണം ജെന്യുവിൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് റിജക്ഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചാൾ വെയിറ്റ് ചെയ്തിട്ട് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അതാണ് നമ്മളെ അടുത്ത് പിന്നീട് ചോദിച്ചത്. പിന്നെ ഇപ്പൊ കുറച്ച് റൂൾസ് ഒക്കെ മാറി, കോവിഡ് ഒക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് റൂൾസ് ഒക്കെ മാറി. സ്റ്റുഡൻസ് ആയിട്ട് വെക്കുന്നവർ തന്നെ ഒരുമിച്ച് വരുന്നുണ്ട്. നമ്മുടെ ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവര് ഫാമിലി ആയിട്ടാണ് വന്നത്. കൊച്ചൊക്കെ അവര് സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ്, പക്ഷെ അവര് ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഈ ഹെൽത്ത് കെയറിൽ എങ്ങനെ കയറി എന്ന് ചോദിച്ചതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ എങ്ങനെയാണ്, അതായത് ഈ പാത്ത് വേ എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കാനഡയിൽ പെർമനന്റ് റെസിഡന്റ് ആവാം എന്നുള്ളത്. ഒരു ക്വിക്ക് ഡിസ്ക്ലൈമറും കൂടെ പറയാം, ഞാൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് അല്ല. എനിക്ക് ഇതുമായിട്ടുള്ള അറിവ് എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇതുമായിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പറയുന്നതല്ല. എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തരവായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഡിസ്ക്ലൈമറും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് കാനഡയിൽ മെയിനായിട്ട് 2 പാത്ത് വേ ആണുള്ളത് ഇതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, PR ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള. ഒന്ന് എക്സ്പ്രസ് എൻട്രിയും പിന്നെ ഒന്ന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമും PNP പ്രോഗ്രാംസും. അപ്പോൾ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓരോ പ്രൊവിൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ മാനിറ്റോബയിലെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ വരുന്ന നമുക്ക് ആ പോയിന്റ് കാൽക്കുലേറ്റർ ഇവരുടെ സൈറ്റിൽ തന്നെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. നമുക്ക് ആ പോയിന്റ് കാൽക്കുലേറ്റർ നോക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മാനിറ്റോബ PNP എന്താ പറയുക റിക്വയർമെന്റ്സ് എന്ന് അടിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിലൊരു PDF വരും. ആ PDF-ന്റെ അകത്ത് ഇവരുടെ ഫുൾ റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് ഏജ്, എഡ്യൂക്കേഷൻ, മാനിറ്റോബയിലാണോ, മാനിറ്റോബയിൽ ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിൽ നമുക്ക് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ എത്രയാണ് പോയിന്റ്സ് വരുന്നതെന്ന് അറിയാൻ പറ്റും.
എന്നിട്ട് നമ്മൾ മാനിറ്റോബ PNP ഡ്രോ നോക്കുക, സൈറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് അവര് ഏതൊക്കെ അവരുടെ റീസെന്റ് ഡ്രോസിൽ അവർ വിളിച്ചിട്ടുള്ള പോയിന്റ്സ് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചെറിയൊരു പിക്ചർ കിട്ടും. ഇതുപോലെ തന്നെ പല പ്രൊവിൻസസിന് പല പല റിക്വയർമെന്റ്സ് ഉണ്ട്. ഒണ്ടാരിയോയ്ക്കുണ്ട്, അതുപോലെ തന്നെ സസ്കെച്ചുവാനുണ്ട്. അങ്ങനെ പല പ്രൊവിൻസിനും പല പല റിക്വയർമെന്റ്സ് ആണ്. അത് ഓരോ പ്രൊവിൻസിന്റെ നീഡ് അനുസരിച്ചാണ് അവർ റൂള് വയ്ക്കുന്നതും റിക്വയർമെന്റ് വയ്ക്കുന്നതും. അപ്പൊ അതാണ് ഒരു വേ PNP എന്ന് പറയുന്നത്. പക്ഷെ PNP ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഫസ്റ്റ് PNP കിട്ടണം, PNPക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം, PNP അപ്രൂവൽ വരണം. PNP അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ PR-ന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. പിന്നെയുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്, എളുപ്പമല്ല, കമ്പാരിറ്റീവ്ലി ടൈം കുറയുന്ന മാർഗം എന്ന് പറയുന്നത് എക്സ്പ്രസ് എൻട്രി ആണ്. നമുക്ക് കിട്ടിയത് എക്സ്പ്രസ് എൻട്രി ഡ്രോ ആണ്. എക്സ്പ്രസ് എൻട്രി എന്ന് പറയുമ്പോൾ പ്രൊവിൻസ് ആയിട്ടല്ല ഇരിക്കുന്നത്, മൊത്തത്തിൽ ഫെഡറൽ ആയിട്ട് കാനഡ മൊത്തത്തിലുള്ള ഡ്രോ ആണ് വരുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് ഗൂഗിളിൽ എക്സ്പ്രസ് എൻട്രി ഡ്രോസ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുമ്പോൾ അവരുടെ റീസെന്റ് ആയിട്ടുള്ള ഡ്രോസ് നമുക്ക് കാണാൻ പറ്റും. എത്രയൊക്കെ പോയിന്റ്സിനാണ് വിളിച്ചിട്ടുള്ളത്, ഏത് സെക്ടറിനാണ് വിളിച്ചിട്ടുള്ളത്, ജനറൽ കാറ്റഗറി ആണോ, അല്ല ഹെൽത്ത് കെയർ ഒക്യുപ്പേഷൻസ് ആണോ, അല്ല ഫ്രഞ്ച് പ്രൊഫിഷ്യൻസി ഉള്ള ആൾക്കാരാണോ എന്നുള്ള ഒക്കെ നമുക്ക് അതിൽ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്പ്രസ് എൻട്രിയുടെ പോയിന്റ്സ് വേണമല്ലോ, നമുക്ക് എത്രയാണ് നമ്മുടെ പോയിന്റ്സ് നമുക്കൊരു ഐഡിയ വേണമല്ലോ. എക്സ്പ്രസ് എൻട്രിയുടെ CRS എന്നാണ് അതിനെ പറയുന്നത്. CRS കാൽക്കുലേറ്റർ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ IRCCയുടെ തന്നെ ഒരു സൈറ്റ് വരും. അതിൻ്റെ അകത്ത് അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മൾ എത്ര വയസ്സായി, നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഏത് ജോലിയാണ് ചെയ്യുന്നത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമുക്കൊരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ 490 ആണെന്ന് വെക്കുക. 490 ആണ് നമുക്ക് കിട്ടിയ പോയിന്റ്സ് എങ്കിൽ നമ്മളപ്പോൾ ഡ്രോ കയറി നോക്കുക എത്രയാണ് ഇപ്പൊ വിളിക്കുന്നത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ജനറലിന് എത്ര ആണ് എന്ന് നോക്കുക. ഇപ്പൊ നേഴ്സസോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിൽ അവരുടെ എത്രയാണ് വരുന്നതെന്ന് നോക്കുക. ഇതാണ് പ്രോസസ്സ്. അപ്പൊ ഈ പോയിന്റ്സ് മീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് രണ്ട് പാത്ത് വേസ്, എക്സ്പ്രസ് എൻട്രി PNP ആയിട്ട് ആണ് രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. എക്സ്പ്രസ് എൻട്രി തന്നെ ഡിഫറെന്റ് സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് അല്ല. അപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള ഡ്രോസും ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നെറ്റിൽ നോക്കിയാൽ തന്നെ കിട്ടും. ഈ IRCCയുടെ സൈറ്റിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ എന്ന് വെച്ചാൽ എക്സ്പെൻസിന്റെയും ഹൗസ് റെന്റിന്റെ കാര്യമൊക്കെ. അതെ, അതും നമ്മളെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ അടുത്ത് ചോദിക്കുന്നത് ഇവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണ്, ഇവിടെ ഇപ്പോ വീടുകൾ കിട്ടാനില്ല, റെന്റിന് പോലും നിൽക്കാൻ സ്ഥലമില്ല, ഇവിടെ ഇപ്പൊ ജോലി കിട്ടാനില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ശരി തന്നെയാണ്, ടൊറന്റോ ഭാഗങ്ങളിലും അതുപോലുള്ള ബിഗർ സിറ്റീസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ വാൻകൂവർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതായത് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ട് ഞാൻ ഒരു 5 കൊല്ലത്തിന് മുന്നേ എടുക്കുവാൻ ആ ടൈമിലാണ് ഈ ഇമിഗ്രേഷൻ എന്നുള്ള, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം വളരെ കോമൺ ആണ്. ഇപ്പൊ ഒരാള് +2 കഴിയുമ്പോഴത്തേക്കും നമ്മളടുത്ത് ചോദിച്ചോണ്ടിരുന്ന +2 കഴിയുമ്പോഴത്തേക്കടാ നീ എന്താ എഞ്ചിനീയറിംഗിന് പോകുന്നോ അല്ല മെഡിസിന് പോകുന്നോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ട്രെൻഡ് മാറി. ഇപ്പൊ +2 കഴിയുമ്പോഴത്തേക്കാണ് UK പോകുന്നോ, കാനഡയിൽ പോകുന്നോ, ജർമ്മനി പോകുന്നോ, ഈ ചോദ്യമാണ് വരുന്നത്. എവിടോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അല്ലാതെ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. അപ്പോ ഇപ്പോ ഒരുപാട് പേര്, അതായത് എനിക്കറിയാവുന്ന ഒരുപാട് പേര് പല പല രാജ്യങ്ങളിലാണ് ഇപ്പോ. അപ്പോ എല്ലാരും മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവർക്ക് അക്കോമഡേറ്റ് കൂടെ ചെയ്യണമല്ലോ. ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ വേണമല്ലോ രാജ്യത്തിന്. അങ്ങനെ വരുമ്പോഴാണ് ഈ UK-ൽ ഇപ്പോൾ ഒരുപാട് റൂൾസ് ചേഞ്ച് വന്നു, കാനഡയിൽ ഇപ്പോൾ ഒരുപാട് റൂൾസ് ചേഞ്ച് വന്നു, അതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് റൂൾസ് ചേഞ്ച് വന്നു. ഇപ്പൊ ഒണ്ടാരിയോയിലാണെങ്കിൽ ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഒണ്ടാരിയോയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒണ്ടാരിയോ നിർബന്ധം പിടിച്ചാണ് ഒണ്ടാരിയോയിൽ പോയത്. പക്ഷെ ടൊറന്റോയിലല്ല, ഇച്ചിരി ദൂരെ ആയി പോയി കോളേജ് കിട്ടിയത്. എന്നാൽ പോലും എല്ലാവരും ഒണ്ടാരിയോയാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, മെയിൻ കാര്യം, അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ ഉണ്ടാവും. ടൊറന്റോയിലോ അല്ലെങ്കിൽ ഒണ്ടാരിയോയിൽ
ഉറപ്പായിട്ടും ഒരു 2 പേരെങ്കിലും കാണും. രണ്ടാമത്തെ കാര്യം, ടൊറന്റോ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാനഡ എന്ന് കാണുന്ന നമ്മൾ ടി വിയിൽ കാണുന്ന ഈ 2 കൺട്രീസിലും ഒക്കെ കാണുന്നത് BCയും ഒണ്ടാരിയോയും ഒക്കെയാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് BCയിൽ പോയിട്ടുണ്ട്. BCയിൽ പോയപ്പോഴത്തേക്കാണ് ഞാൻ ഒരു കാനഡ. ഇതൊന്നും ഒരു കാനഡയല്ല. നമ്മളിപ്പോ കാനഡയിലെ ഒരു കുഗ്രാമത്തിൽ നിൽക്കുന്ന പോലെയാണ്, പക്ഷെ ശരിക്കുള്ള ഒരു കാനഡ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ലൈഫ് സ്റ്റൈല് വ്യത്യാസമാണ്, ആൾക്കാർ വ്യത്യാസമാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആൾക്കാരെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കാണാൻ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാര് മോശം പറഞ്ഞല്ല, അല്ല ഈ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. ഈ ഡ്രസ്സിങ് അറ്റയർ ആണെങ്കിലും എല്ലാം വളരെ ഡിഫറെന്റ് ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ അതിലൊരു ക്യാച്ച് ഉണ്ട്. നമ്മൾ കാണുന്ന ഇപ്പം എല്ലാത്തിനും ഒരു 2 സൈഡ്, ഒരു ഏത് കോയിനും ഒരു 2 സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ അവിടെ ഭയങ്കര ഭംഗിയാ. ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്, ഭയങ്കരമായ കാര്യങ്ങളുണ്ട്. ഒണ്ടാരിയോയിലാണെങ്കിലും പാർട്ടീസ് ഉണ്ട്, എല്ലാ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് പാർട്ടീസ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായ ഒരു എൻജോയ്മെന്റ് കിട്ടും. പക്ഷെ അതിന്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മൾ വാൻകൂവർ പോയത് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, US വിസയ്ക്ക് വേണ്ടിയിട്ടാണ് വാൻകൂവർ പോയത്. അപ്പോൾ ഞാൻ അവിടെ കാർ റെന്റിന് എടുത്തു 2 ദിവസത്തേക്ക്. കാറ് റെന്റിന് എടുത്തതിനെ കാട്ടിയും കൂടുതൽ പൈസയായി പാർക്കിങ്ങിന് എനിക്ക് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് കാർ റെന്റിന് എടുത്തതിന്റെ ഏകദേശം ഒരു ഇരട്ടിയോളം എനിക്ക് പാർക്കിങ്ങിന് മാത്രമേ, നമ്മൾ എവിടെ കൊണ്ട് വണ്ടി ഇട്ടാലും പൈസ കൊടുക്കണം. അപ്പോ എനിക്ക് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കാരണം ആൾക്കാർ നമ്മളെ മറ്റിടത്തെന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ 500 വണ്ടി നിൽക്കുക. അപ്പൊ പെയ്ഡ് ആക്കിയേ പറ്റുള്ളൂ. അവർക്ക് അത്ര ആൾക്കാരുണ്ട്, അവർക്ക് അത്രയും അതിനുള്ള ഒരു ഇതുണ്ട്. BCയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ക്ലൈമറ്റാ, നല്ല രസമാണ് അവിടെ. അപ്പൊ അധികം ഹാർഷ് വിന്റേഴ്സ് ഒന്നുമില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വിന്റർ പോയത് -50 കണ്ട. അവിടെ അതൊന്നും ഇല്ല. അവിടെ വിന്റർ പോവാറുണ്ട്, എന്നാലും -10 -20 ആ ഒരു റേഞ്ചിൽ നിൽക്കത്തേ ഉള്ളൂ. അതും വളരെ ചുരുക്കം 1-2 ദിവസങ്ങളിൽ മാത്രമൊക്കെ അങ്ങനെയൊക്കെ വരുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ -20 എന്ന് പറയുന്നതാണ് വിന്ററിലെ ഏറ്റവും നല്ല ദിവസം. ആ ഒരു അവസ്ഥയാണ്. അപ്പോ അതുകൊണ്ടാണ് എല്ലാവരും അത് ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവിടോട്ടൊക്കെ പോകുമ്പം പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇപ്പം നിങ്ങളൊരു ഡോക്ടറാണ് എങ്കിൽ നിങ്ങൾ BCയിൽ പോവോ ഒണ്ടാരിയോയിൽ പോവോ എവിടെ വേണോ പോവാം. കാരണം റിക്വയർമെന്റ് ഉണ്ട്. ഡോക്ടർ എന്ന് പറയുന്ന അത്രയൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പരിപാടി അല്ല. ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരല്ല, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ല, ഡോക്ടർ അല്ല, അങ്ങനത്തെ ഒരു ഇതുമല്ല, നേഴ്സ് പോലും അല്ല. അപ്പോ ഇത്രയും ഇപ്പൊ നേഴ്സ് പോലും അല്ല എന്ന് പറയാൻ കാരണം നേഴ്സ് ഇപ്പം ഭയങ്കര കോമൺ ആണ്. കാരണം ഇപ്പം നമ്മളെ നാട്ടിൽ പഠിക്കുന്ന നേഴ്സസ് എല്ലാം ഇങ്ങോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പൊ നേഴ്സും വളരെ കോമൺ ആണ്. അപ്പൊ അൺകോമൺ ആയിട്ടുള്ള ജോലികൾ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഇപ്പൊ ഞാൻ ഇവളും കൂടെ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ 1000-10,000 ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പൊ അവര് അവിടെ അവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ നമ്മളെ കാട്ടി. അവർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമ്മളപ്പോ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ പിന്നെ അത് മാത്രമല്ല, അവിടെ ഈ വലിയ വലിയ സിറ്റിയിൽ പോകുമ്പോൾ ഞങ്ങൾ അന്ന് പോയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ആൾക്കാരുടെ ബിഹേവിയറും വ്യത്യാസമാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കാര്യമാണ് ശരിക്കും. നാട്ടിലും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വലിയ സിറ്റിയിലോട്ട് പോകും തോറും ആൾക്കാർ മറ്റേ ഡോൺ കെയർ ആണ് എല്ലാവരും. അല്ല, അത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, നാട്ടില് ഇപ്പൊ നമ്മള് സിറ്റിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും, ആൾക്കാർ ഇങ്ങനെ കാണുമ്പോ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മള് ഒരു ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര സ്നേഹമാണ്. എന്ന് വെച്ചാൽ ഒരു കളങ്കമില്ലാത്ത സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് ആൾക്കാർ കുറയുമ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഇച്ചിരി പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. നമ്മളിപ്പോൾ അവനെ ഹാനുവിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ നമ്മൾ സിറ്റിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പൊ അവർക്ക് അത്രേ ഉള്ളൂ. കാരണം അവര് ഇത്രയും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ പോപ്പുലേഷൻ കൂടുമ്പോൾ അവിടെ സാധനങ്ങളുടെ എന്താ പറയണ ഡിമാൻഡ് കൂടുമ്പോൾ ഓബിയസ്ലി പ്രൈസും കൂടുമല്ലോ. ഇപ്പൊ വീടൊക്കെ ഇപ്പൊ ഇവിടെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വീട്, ഞാനൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ, വേഗമായിട്ടൊരു എക്സാമ്പിൾ പറയുവാണ്, ഒരു 400,000 അല്ലെങ്കിൽ 500,000, അതായത് നാട്ടിലെന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഒരു $5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പം കുറെ കൂടെ ഡിഫറെന്റ് ആണ്, എന്നാലും ഒരു $5 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ വീട് ഇവിടെ മേടിക്കാൻ പറ്റും.
പക്ഷെ BC-ലോ ടൊറന്റോയിലൊക്കെ ആണെങ്കിൽ $1 million ആണ് മിനിമം വീടുകൾക്ക്. അത് ഈ പറയുന്ന പോലെ ഹെവി വീടുകളൊന്നും അല്ല, ചെറിയ വീടുകൾക്ക് തന്നെ 1 million 1.5 million ഒക്കെയാണ് അവിടെ വീടുകൾ വരുന്നത്. അപ്പൊ ഇവിടുന്ന് പോയിട്ട് നമ്മൾ 2-3 ജോലിയൊക്കെ ചെയ്ത് അവിടുത്തെ എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്കും ഇവക്കും അങ്ങനത്തെ വലിയ സിറ്റികളിൽ പോയി. പിന്നെ ഇവിടെ ഒരു നമുക്ക് നെഗറ്റീവ് അല്ല, ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. ഇപ്പം ഇന്ത്യൻ സ്റ്റോറിൽ പോകണമെങ്കിലും ഇപ്പം എയർപോർട്ടിൽ പോകണമെങ്കിലും ഇവിടെ നിന്ന് ഒരു 3 to 4 hours ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ പറഞ്ഞില്ലേ, 2 ഫേസസ് ഉണ്ട്. അതില് ഒരു നല്ല ഭാഗം പറയുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി ഒരു ചീത്തഭാഗം ഉണ്ടാവുമല്ലോ. ഒരു എന്താ പറയണ, ഒരു പ്രോസ് ആൻഡ് കോൺസ് എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞതെല്ലാം കുഞ്ഞു സിറ്റിയുടെ അല്ലെങ്കിൽ കുഞ്ഞു ടൗണിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ, നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കുഞ്ഞ് സ്ഥലത്ത് നിന്ന് നമ്മൾ ബിഗർ സിറ്റീസിലേക്ക് പോകണം നമ്മുടെ ഗ്രോസറീസ് കിട്ടാൻ. കാരണം നമ്മുടെ രാജ്യമല്ല, വേറെ രാജ്യമാണ്. അപ്പൊ നമ്മുടെ ഗ്രോസറീസ് എയർപോർട്ട് കാണില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ എയർപോർട്ട് ഇല്ല. എനിക്കിപ്പോ എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ വിന്നിപ്പെഗ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 3.5 മണിക്കൂറുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഇത്രയും ഫ്ലൈറ്റും കയറി ഇത്രയും മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. എന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കാര്യം ഭയങ്കര കഷ്ടപ്പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് നമുക്കൊരു വീട് വാങ്ങുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനത്തെ ബിഗർ സിറ്റീസിൽ പോയാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിഗർ സിറ്റീസിലേക്ക് പോകാത്തത്. അത് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്ടമല്ല. നമുക്ക് കുറെ കൂടെ പേഴ്സണൽ ലൈഫ് വേണം. അല്ലാതെ ഇപ്പൊ ഞാൻ ഒരു 20 വയസ്സുള്ള ഒരു പയ്യനായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒണ്ടാരിയോയിലേ പോകുള്ളൂ. എനിക്ക് അവിടെ വേണ്ടത് എന്റെ ടൈം അല്ല, അവിടെ വേണ്ടത് എനിക്ക് എൻജോയ്മെന്റ് ആണ്. എന്റെ ആ പ്രായം അതാണ്. ഞാൻ എല്ലാവരെയും ഇതായിട്ട് പറയുന്നതല്ല, ഞാൻ ജനറലൈസ് ചെയ്യുന്നതല്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, എന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഞാൻ ഡെഫിനറ്റ്ലി ബിഗർ സിറ്റീസ് ചൂസ് ചെയ്യുള്ളൂ. കാരണം അവിടെ പാർട്ടീസ് ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ബിഗർ സിറ്റീസ് ആണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമുക്ക് ഇപ്പൊ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ കൂടുതൽ ഉണ്ടാവുക. കാരണം ഇവിടെ പിള്ളേര് വരുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഏജ് ഗ്രൂപ്പോ അതിൽ കൂടുതലുള്ളവരാണ് ഇവിടെ കൂടുതൽ. കാരണം ഇവിടെ എല്ലാവരും സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്, ഇവിടെ വീടുള്ളവരാണ്, ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിലായി വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഫാമിലി ലൈഫ് ഇവിടെ വളരെ കൂടുതലാണ് കേട്ടോ. ക്യാമ്പിങ്ങിന് പോവാം, നമ്മളെ ക്യാമ്പിങ് വീഡിയോ വരുന്നുണ്ട് അടുത്ത്. ക്യാമ്പിങ്ങിന് പോവാം, ഫിഷിങ്ങിന് പോവാം, എല്ലാത്തിനും പോവാം. നമുക്ക് അതിനുള്ള ടൈമുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് എന്റെ ഓഫ് ഡേ ആണ്, ഇന്നലെ എന്റെ ഓഫ് ഡേ ആണ്. ഞാൻ ജോലിക്ക് പോകാറില്ല. ഞാൻ ഓഫ് ഡേ ആണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഓഫായിട്ടിരിക്കും കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ ജോലിക്ക് പോകാറില്ല. മീൻസ് ഓവർ ടൈമുകൾ ഞാൻ ജോലി ചെയ്യുന്ന ദിവസമാണെങ്കിലേ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ഓഫ് ഡേയ്സിൽ ഓവർ ടൈം ചെയ്യാറില്ല. കാരണം എനിക്ക് പേഴ്സണൽ ലൈഫും കൂടെ വേണം. ഞാൻ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിഗർ സിറ്റീസിലേക്ക് പോകാത്തത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് വളരെ നീണ്ടുപോയി. എന്നാലും നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചതാണ് ബിഗർ സിറ്റീസിലേക്ക് പോകണമെന്നുള്ളത്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യമാണെങ്കിൽ പോലും ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. കാരണം ആൾക്കാർ കൂടുമ്പോൾ അവിടെ ഇപ്പം നമുക്കിപ്പം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് 1,00,000 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് വളരെ കൂടുതലാണ് ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അവിടെ 50,000 പേര് കാത്തു നിൽക്കുക കയറാൻ വേണ്ടിയിട്ട്. അവിടെയും കൂടെ നമ്മളും കൂടെ പോയി കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഉണ്ട്, 50 പൊസിഷനും ഉണ്ട്. അപ്പൊ പിന്നെ നമുക്കിതിൽ നോക്കിയെടുക്കാം, ഇത് വേണോ, വേണ്ട കൊള്ളില്ല, ഇത് വേണോ, അതെടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അതാണ് ഈ കുഞ്ഞു സിറ്റീസിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അപ്പാർട്ട്മെന്റ് ഇവിടെ നമ്മളിപ്പോ 2 bedroom ആണ്. അപ്പം ഇവിടത്തെ പ്രൈസും ഇപ്പൊ ടൊറന്റോയൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതലാണ്. 1 bedroomന് തന്നെ 1,500 ആ ഒരു റേഞ്ച് വരും. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ആ ലിവിങ് എക്സ്പെൻസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ റെന്റിന് ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ കാർ ഇൻഷുറൻസ് ഡിഫറെന്റ് ആയിരിക്കും, ഗ്രോസറീസിന്റെ പ്രൈസ് വ്യത്യാസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എക്സ്പെൻസ് കൂടുതലായിരിക്കും. നമ്മുടെ ഒരു മാസത്തെ നമ്മുടെ ഇവിടുത്തെ ചെലവിന്റെ ഇരട്ടിയോ അതിന് മുകളിലോ ആവും അവിടുത്തെ ചെലവെന്ന് പറയുന്നത്. ചെറിയ സിറ്റീസിൽ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റിയും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പൊ ഇവിടെ 10 കമ്പനിയെ കാണുള്ളൂ, മനസ്സിലായോ? ഇവിടെ ഇപ്പൊ 10 കമ്പനി നിൽക്കെ ടൊറന്റോയിൽ പോകുമ്പോഴത്തേക്കും ആ 10ന് പകരം അവിടെ ഒരു 500 കമ്പനി കാണും.
അപ്പം അവിടെ ആൾക്കാരെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ടൊറന്റോയിലൊക്കെ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പോപ്പുലേഷനും ഉണ്ട്. പിന്നെ വേറെ എന്തായിരുന്നു, പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എത്ര മന്ത് കൊണ്ട് PR വന്നു, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എത്ര മന്ത് കൊണ്ട് PR വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഓഗസ്റ്റിലോ ജൂലൈയിലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബയോമെട്രിക്സ് വന്നത് ഡിസംബറിൽ ബയോമെട്രിക്സ് വന്നു. ജനുവരി ആയപ്പോഴത്തേക്കും അപ്രൂവൽ വന്നു. ഫെബ്രുവരി ആയപ്പോഴത്തേക്കും COPR വന്നു. COPR വന്നു കഴിഞ്ഞ് ഏപ്രിൽ ആയപ്പോൾ നമുക്ക് PR കാർഡ് കിട്ടി. ഇതാണ് നമ്മുടെ 8 മാസം ആ ഒരു ടൈം. അപ്പോ നിങ്ങളുടെ കുറെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കുക. എന്താണ് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഉത്തരങ്ങൾ തരാം. പിന്നെ എന്താ പറയാനുള്ള, ഒരുപാട് നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരില്ല, കുറെ പേര് നമുക്ക് കമന്റ് ചെയ്തായിരുന്നു. അവരുടെയൊക്കെ ഇപ്പൊ മക്കളാണെങ്കിലും അല്ലെങ്കിൽ അവരാണെങ്കിൽ തന്നെയും PR-ന് വെയിറ്റ് ചെയ്യുവാണ്, അവരുടെ എഡ്യൂക്കേഷന് വെയിറ്റ് ചെയ്യുവാണ്, കാനഡയിലേക്ക് വരാനായിട്ട് നിൽക്കുവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കും, ഒരു പേടിയും വേണ്ട, എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ PR-ന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇത്രയും കമന്റ്സ് വന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഇപ്പം ഈവൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം ഇത്രയും പേര് നമുക്ക്, അതുപോലെ ഒരുപാട് പേര് ജെനുവിൻ ആയിട്ട് നമ്മുടെ അടുത്ത് കൺഗ്രാറ്റുലേഷൻസും ഒരുപാട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്തതിനും അത്രയും കെയർ ചെയ്തതിനും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് വഴി അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഫോർ നൗ.